അപ്പോൾ നമ്മുടെ വളം കണ്ടോ, ഞാൻ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തപ്പോഴേക്കും ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ4 ടിപ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ, അതായത് നമ്മളെല്ലാവരും റോസാ ചെടീനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിലുള്ള കുറച്ച് റോസ് ചെടീൻ്റെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തന്നു. മോളെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ റോസാ ചെടി എനിക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നില്ല. ഏത് തരത്തിലുള്ള വളമാണ് മോള് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെടികൾ വരുന്നത്, എൻ്റെ ചെടി നിൽക്കുന്ന ഒരു അവസ്ഥ നോക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഫോട്ടോസ് ഇട്ടു തന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചെടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അതായത് എൻ്റെ റോസ് ചെടീനെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിച്ച് നല്ല ഭംഗിയുള്ള ചെടികളാക്കി എടുക്കുന്നത്, അപ്പം അതുപോലെ എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂടാണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസ് ചെടി ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നിറച്ച് മുട്ടുകൾ വരാനും ഒക്കെ ആയിട്ട് നല്ലൊരു വളം കൂടെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് വളമാണെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ റോസ് ചെടീനെ എങ്ങനെയാണ് ഈ ചെടി ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്, അതുപോലെ നിറച്ച് പൂക്കൾ കണ്ടോ. റോസാ ചെടിയിലൊക്കെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുക എന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലേ. അപ്പം ഇതുപോലെ എങ്ങനെയാണ് എന്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് പൂക്കൾ തരുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റോസാ ചെടീനെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞു തരാവേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചേക്കണേ. ആദ്യം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ചെടികൾ ഏതാണെന്നറിയോ, നമ്മുടെ നല്ല മിനിയേച്ചർ ടൈപ്പ് സീനിയർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കറക്റ്റ് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ സീനിയർ ചെടീനെ ഒക്കെ പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റി ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീണ്ടും നമ്മുടെ റോസാ ചെടീനെ നമ്മളിവിടെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഓരോ തരത്തിലുള്ള ചെടികൾ ഓരോ സമയത്ത് ഓരോ ചെടികൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ചെടികൾ സെറ്റ് ചെയ്യും കേട്ടോ. നോക്കി എൻ്റെ ചെടികൾ ഇപ്പം ഇവിടെ മൊത്തം ഇരിക്കുന്നത് റോസാ ചെടിയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ ചെടിയും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ ഒരു റോസ് ചെടീൻ്റെ അതായത് റോസിൽ വിരിഞ്ഞേക്കണ ഫ്ലവറാണ്. ഇതൊരു ഭംഗിയെന്നറിയാം കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ ചെടികൾ കണ്ടോ, ചെടികളാണ് നോക്കേണ്ടത് കേട്ടോ. നമ്മുടെ പൂക്കൾ നമുക്ക് ഇന്ന് വന്ന് നാളെ പൂവങ്ങ് കൊഴിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വയലറ്റ് റോസ് കേട്ടോ. നല്ല നാടൻ റോസാണ് കണ്ടോ. എത്ര മുട്ടുകളും കാര്യങ്ങളും നോക്കി നമ്മുടെ റോസിൽ വിരിഞ്ഞേക്കണത് വന്നേക്കണത്. അപ്പോൾ ഇതൊക്കെ ഇനി വിരിയുമ്പോഴേക്കും എന്ത് ഭംഗിയായിരിക്കും നമ്മുടെ റോസിൽ ഇങ്ങനെ ഈ വയലറ്റ് റോസൊക്കെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് മറ്റൊരു കളർ കേട്ടോ, നല്ല റെഡ്. ഇത് വേറൊരു കളറ്. ഞാനിപ്പോൾ നമ്മുടെ പൂക്കളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കാശ്മീർ റോസ്. അതായത് ഈ കാശ്മീർ റോസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നിറച്ച് പൂ തരുന്ന ചെടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരുന്ന ചെടികളല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ വേറൊരു കളർ കണ്ടോ, നല്ല പീച്ച് കളറിൽ ഇതിലിങ്ങനെ ഭയങ്കര കൊല്ല കുത്തി ഫ്ലവർ ഉണ്ടാകും കേട്ടോ. അത്രയും പഞ്ചായിട്ട് വിരിയുന്ന റോസാണ് കേട്ടോ ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് ഇതാണ് കേട്ടോ. ഇതൊരു ഭംഗിയാണെന്ന് അറിയത്തില്ല, പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ, അത്ര ഭംഗി. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ്. ഇതാ ഇങ്ങനെ കൊല്ല കുത്തി ഇങ്ങനെ വിരിഞ്ഞ് തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. കണ്ടോ ഇതൊരു ഭംഗിയാണെന്നറിയോ. അപ്പം ഇത് ഞാൻ മിക്ക വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഓർക്കിഡ് റോസ് സെറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഹൈറ്റുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും കേട്ടോ. കണ്ടോ അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. പിന്നെ ചിലവർ നമ്മുടെ ഈ ഓർക്കിഡ് റോസിന് ഇങ്ങനെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ മുകളിലേക്ക് കെട്ടിവിട്ട് വളർത്താറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ പൂക്കളും ഒന്നിച്ചിങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പം നിലവിൽ വിരിഞ്ഞ് നിൽക്കുന്ന റോസാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ബ്ലാക്ക് റോസ് കണ്ടോ. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ചെടിയാണ്. നമ്മുടെ ചെടിയിൽ പൂക്കൾ വിരിയുന്നതിനും അല്ലെങ്കിൽ ചെടികൾ നാശാവുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പം ആ ചെടികൾ എത്ര നശിച്ചു പോകാറായ ചെടിയും വീണ്ടും നമുക്കിതുപോലെ നല്ല ഹെൽത്തി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ മറ്റൊരു റോസാണ് കണ്ടോ. ഇതുപോലെ നല്ല തളിർപ്പുകൾ ഇങ്ങനെ നമ്മുടെ റോസ് ചെടിയിൽ പുതിയ നല്ല തളിർപ്പ് വന്നാലാണ് കേട്ടോ നിറച്ച് മുട്ടുകൾ വരുള്ളൂ. ഇതിൻ്റെ ഓരോ തളിർപ്പിലും മുട്ടുകളുണ്ട് കണ്ടോ. ഇതെല്ലാം ഇനി നമുക്ക് പൂക്കൾ തരുന്ന മുട്ടുകളാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ചെടികളുടെ അടുത്തൂടെയൊക്കെ പോയി ചെടികളെയൊക്കെ ഒന്നിങ്ങനെ തൊട്ട് തലോടി നമ്മുടെ ആ ഒരു സാമീപ്യം ചെടികൾക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇവരൊന്നും അറിയുന്നില്ലെന്ന്, വെറുതെയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ തന്നെയുണ്ടല്ലോ ഇവർ നമ്മളറിയാതെ ഇതുപോലെ നിറച്ച് പൂക്കളൊക്കെ തരുവേ. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കാടൊന്നും വരാതെ നമ്മളിത് കൃത്യമായിട്ട് പറിച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മൾ ഈ ചെടീൻ്റെ ചുവട്ടിൽ കാടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ആ പുല്ലും കാടൊക്കെ അങ്ങ് വളമൊക്കെ എടുത്തിട്ട് ചെടികളുടെ ആ ഒരു വളർച്ച നഷ്ടപ്പെടുത്തും. അപ്പോൾ എപ്പോഴും നമ്മുടെ ചെടികളുടെ ചുവട് നല്ല വൃത്തിയായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചെടികളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇതുപോലെ നല്ല ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മുടെ റോസ് ചെടിയൊക്കെ ഇങ്ങനെ മഞ്ഞ ലീഫായിട്ട് വരും. അപ്പോൾ അങ്ങനെ കാണുന്നതൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ചെടുത്ത് കളഞ്ഞ് റോസ് ചെടീനെ മൊത്തത്തിൽ നല്ല വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നീട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റോസ് ചെടിയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നക്കാരനാണ് ഇതുപോലെ നമ്മുടെ ചെടിയിൽ കാട്ടു റോസ് വളരും.
ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിൽ പൂവൊന്നും ഇടൂല, ഇതിങ്ങനെ ഒരു വള്ളിയായിട്ട് ഇങ്ങനെ അങ്ങ് നീണ്ടു പോകും. അപ്പം ഇത് വളരുന്നതിനനുസരിച്ച് നമ്മുടെ നിലവിലുള്ള നമ്മുടെ റോസാ ചെടിയെ നശിപ്പിച്ച് കളയും കേട്ടോ, ഈ കാട്ട് റോസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ ചോട് ചേർത്ത് നമ്മളതിനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നാലാണ് ആ ഒരു റോസ് ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ കത്രികയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ഒടിച്ചെടുത്തു കേട്ടോ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും റോസിനെ വളർത്തും, ആ ഒരു റോസിൽ ഇലയൊന്നും ഇല്ലാതെ വെറും തണ്ടായിട്ട് റോസുകൾ നിൽക്കുന്നത് കാണാം. അപ്പം അങ്ങനെയുള്ള റോസ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ ആ റോസിനെ പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വളം കൊടുക്കണം. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റോസ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിറച്ച് മുട്ടുകളായിട്ട് വരും. അപ്പം ഞാൻ ഇന്ന് എന്താണ് ചെയ്ത് കൊടുക്കുന്ന വളം കൂടെ കാണിച്ചു തരാവേ. അപ്പം ഇന്ന് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോണേ ഇത് നല്ലൊരു ഓർഗാനിക്കായ ഒരു വളമാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെടികൾക്ക് ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ, ഇതിൻ്റെ ഈ ഒരു വളത്തിൻ്റെ പേരാണ് DNC 90 എന്നാണ് കേട്ടോ. ഇതൊരു ഓർഗാനിക്കായ ഒരു വളമാണ്. പിന്നെ ഈ ഒരു വളത്തിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ, അതായത് ആവണക്കിൻ്റെയും അതുപോലെ വേപ്പിൻ്റെയും സത്ത് എടുത്തിട്ട് ഇതുപോലെ അതായത് ഡ്രൈ ആക്കി എടുത്തേക്കണ ഒരു വളമാണ് കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്നറിയോ, വേര്, അതായത് വേര് ചീയൽ, പിന്നെ ഈ മീലിബഗ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ചെടികൾക്കൊക്കെ ഹാനികരമായ എല്ലാ തരത്തിലുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു വളം ഭയങ്കര ഉത്തമമാണ് കേട്ടോ. നമ്മുടെ കൈവശമുള്ള നമ്മുടെ മിക്ക ചെടികളും ഫ്ലവർ ഇടാത്തതിൻ്റെ മെയിനായ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ നോർമൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ നല്ല നോർമൽ ആക്കിയിട്ട് ഈ ഒരു വളം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇതിന് ശരിക്കും ആവണക്കിൻ്റെയും വേപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കറക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലത്തെ വളം ഉണ്ടല്ലോ, ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, വാങ്ങാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളമാണ്. പിന്നെ ഈ ഒരു വളത്തിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വേറൊരു വളം കൂടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഒരു വളം കൂടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വളം കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഒരു 3 ഗ്രാമോളം എടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാനൊരു സ്പൂണിന് 1 സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വളം നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വളം കണ്ടോ, ഞാൻ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തപ്പോഴേക്കും ഇത് കണ്ടോ ഭയങ്കര എന്താ പറയുക ഒരു കരിൻ്റെ കളർ കേട്ടോ, അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 3 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഞാൻ എടുത്തത് 3 ഗ്രാമിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെള്ളം നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമോ, നമ്മുടെ ചെടികൾ അതായത് ഇങ്ങനെ വളരെ ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന ചെടിയുടെ ചോട്ടിൽ കൂടെ ഒക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ എല്ലാ ചെടിയുടെ ചോട്ടിൽ കൂടെ ഒരു കുറച്ച് നമുക്കറിയാമല്ലോ, ഒരു ചെടീൻ്റെ ചോട്ടിൽ ഒരു 1/2 ഗ്ലാസോളം വീതം ഒഴിച്ചു കൊടുത്താൽ മതിയെ. ഇങ്ങനെ എല്ലാ ചെടിയിലും ഒഴിച്ചു കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു വളം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാതെ. അത് ഇത് കൊടുത്ത് 15 ദിവസത്തിന് ശേഷമാണ് ആ ഒരു വളം കൊടുക്കുന്നത്. ഈ വളം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇലകളിലൂടെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ എടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഇലകളിൽ കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കാണിക്കുന്നില്ല. ഇതേപോലെ ഇലകളിലൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ വിരിയാറായി നിൽക്കുന്ന മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് വരും കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ ഈ ഒരു വളം കൊടുക്കാതെ നമ്മളിപ്പോൾ കൊടുത്ത വളം കൊടുത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വളം കൂടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഭൂമിസുധ. അപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വളങ്ങളൊക്കെ വേണ്ടവർ ഈ ഒരു 2 വളം ഒരുപോലെ വാങ്ങിയാലാണ് കേട്ടോ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി നമ്മുടെ റോസ് ചെടികളൊന്നും നന്നായി കിട്ടുന്നില്ല എന്നാരും പറയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ നല്ലോണം വളരും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 2 വളവും നമ്മൾ കൊടുക്കേണ്ട വളങ്ങളാണ് കേട്ടോ. ഇതും കൊടുക്കണം, DNCയും കൊടുക്കണം, നമ്മുടെ ഭൂമിസുധയും കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വളം കൂടെ കൊടുക്കേണ്ടത്. അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പം തെളിവ് സഹിതമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ ചെടികൾ കണ്ടോ, അതായത് ഈ ഒരു വളം കൊടുത്ത് ആ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ ചെടിയിൽ വന്ന ആ ഒരു മാറ്റം കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ റോസ് ചെടികളുണ്ടല്ലോ, നമ്മുടെ നല്ല ഭംഗിയുള്ള റോസ് ചെടികൾ നമ്മുടെ കൈവശമുണ്ട്. നല്ല നാടൻ ഓൺ റൂട്ടർ റോസാണ്. അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. പ്രത്യേകിച്ചിട്ട് നമ്മൾ കൊടുത്ത ഈ ഒരു വളത്തിലുണ്ടല്ലോ ആവണക്കൊക്കെ ചേരുന്നത് കൊണ്ട് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ മറ്റുള്ള കേടുപാടുകളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്തൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഈ സ്മെല്ലാണ്, അതായത് ഈ ആവണക്കിൻ്റെയും ഒക്കെ ഈ ഒരു സ്മെല്ല് കറക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അപ്പം ഭയങ്കര ഭംഗിയാണ് നമ്മുടെ റോസൊക്കെ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് അല്ലേ. ഇതുപോലെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഒരു വളം ഉണ്ടല്ലോ നമ്മൾ ഒരു ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ കൈവശമുള്ള നമ്മുടെ എല്ലാ ചെടികളും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പച്ചക്കറികൾ, നമ്മുടെ നെല്ല്, കവുങ്ങ് എന്നിങ്ങനെയുള്ള എല്ലാ വിളകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ. നമ്മുടെ റോസ് ചെടിക്ക് കൊടുക്കുന്ന ആ ഒരു വളവും കാര്യങ്ങളും എല്ലാം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന ചെടികൾ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും, നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയും,
അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അതായത് നമ്മൾ ഒത്തിരി, അതായത് നമ്മുടെ ചാനലിൽ നിറച്ചും പൂക്കളെയും കൊണ്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പം പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കയറി കണ്ടിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം അതിൽ നമ്മൾ ഒത്തിരി ഓരോ ചെടികളെക്കുറിച്ചുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.